നിന്നോടുള്ള പ്രേമം തലയ്ക്ക് പിടിച്ചെനിക്ക് ഭ്രാന്തായതാ. പക്ഷെ നീ ആ പ്രണയം കണ്ടില്ല എന്ന് നടിച്ചു. അപ്പോഴും നിനക്ക് പ്രണയം ദൈവളോടായിരുന്നു. അടങ്ങാത്ത ഒടുങ്ങാത്ത പെണ്ണുങ്ങളോടുള്ള നിന്റെ ഒരു പ്രേമം. അതുകൊണ്ടല്ലേ നീ എന്നെ ഇട്ടറിഞ്ഞിട്ട് പോയി ഈ ആസത്തിന്റെ കല്യാണം കഴിച്ചത്. എന്നാ കേട്ടോ, ഈ കാവ്യക്ക് കിട്ടാത്തതൊന്നും അങ്ങനെ അഡ്വക്കേറ്റ് അഞ്ജലിക്കും കിട്ടണ്ട. അതുകൊണ്ട് നീയാ മരിക്കേണ്ടത്. അതുകൊണ്ട് നിന്നെ ഞാൻ അയ്യോ വേണ്ട കാവ്യ നിനക്കെന്നെ വേണ്ടല്ലേ? എനിക്ക് കിട്ടാത്ത നിന്നെ ആർക്കും കിട്ടണ്ട. കാവ്യ പറയുന്ന കാവ്യ എന്ത് ഭ്രാന്താ മോളെ നീ കാണിക്കുന്നേ? നീ വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം. നീ ആ കത്തിങ്ങി വന്നേ. അടുക്കരുത്, എന്റെ അടുത്തേക്ക് വരരുത്. മോളെ, നിന്റെ അച്ഛനാ പറയുന്നേ. നീ ഞാൻ പറയുന്ന പോലെ ഒന്ന് കേക്ക്. അടുത്തോട്ട് വന്ന് ഞാൻ അച്ഛനാണോ ഒന്നും നോക്കില്ല. മോളെ പ്ലീസ്, നീ അവിവേകം ഒന്നും കാണിക്കല്ലേ. അനങ്ങരുത്. അനങ്ങിയ ഞാൻ എന്നെ തന്നെ അവസാനിപ്പിച്ച് കളയും. മോളെ, ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അർജുൻ. ഇനി രണ്ടിൽ ഒരാൾ മതി ഈ ഭൂലോകത്ത്. നീ വിട്, കത്തി വിട്. എനിക്ക് അവനെ കൊല്ലണം. എനിക്ക് അവനെ കൊല്ലണം. വിട്. ഇങ്ങോട്ട് എടുക്കാം. കാവ്യ എന്താ പറ്റേ? കാവ്യ മോളെ, കാവ്യ എഴുന്നേൽക്ക് മോളെ. കാവ്യ എഴുന്നേൽക്ക്. എന്താ പറ്റേ കാവ്യ? മോളെ കാവ്യ, കാവ്യ ഈശ്വര, ഈ കുറുപ്പേട്ടനാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അവനെ ഇതുവരെ കാണുന്നില്ല. ഇതിപ്പോ ടെൻഷൻ അടിച്ച്
എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് തോന്നുന്നു. എന്താ ഈ നേരത്തെ ഇവിടെ നിൽക്കുന്നേ? അമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ലേ? അച്ഛനും അമ്മയ്ക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ പുന്നാരമോ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഓഹോ, അങ്ങനെ പറയാൻ പറ്റാത്ത ഭാരിച്ച കാര്യമാണെങ്കിൽ പറയണ്ട. ഞാൻ എന്റെ ചോദ്യം പിൻവലിച്ചു. ഡാ, നീ കുടിച്ചിട്ടാണോ വന്നേ? ഏയ്, ഒരു സ്മോള്, 1-2 സ്മോള് ലാർജ്, അത്രേ ഉള്ളൂ. അപ്പോ ബൈ, ഗുഡ് നൈറ്റ്. ദേ കാർത്തികേ, സംഗതി സീരിയസാ. കാവ്യ മോള് പ്രാന്ത് പിടിച്ചതുപോലെ ഇവിടുന്ന് കത്തി എടുത്തോണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അവളെ തടയാൻ വേണ്ടി നിന്റെ അച്ഛനും. കത്തി എടുത്തോണ്ട് പോയെന്നോ? എവിടേക്ക്? ശംഖചക്രത്തിലേക്ക്, അർജുനെ കൊല്ലാൻ. അവൻ അഡ്വക്കേറ്റ് അഞ്ജലിയെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ട് ചെന്നെന്ന്. അർജുന്റെ കല്യാണം കഴിഞ്ഞോ? എപ്പോ? എവിടെ വെച്ച്? അമ്മ എന്ത് പിച്ചുമ്പേ ഈ പറയുന്നേ? അയ്യോ, എന്റെ മോള്. എന്തു വെച്ചു കുറുപ്പേട്ട? അതൊക്കെ പിന്നീട് പറയാം. നീ ആദ്യം എവിടെ ഒന്ന് പിടിച്ച്, എന്നിട്ട് അകത്തുകൊണ്ടേ കിടത്താൻ നോക്ക്. വാ മോളെ. വാ മോളെ. വീടുന്നുണ്ടോന്ന്? എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. ചെല്ല് ചെല്ല്, അകത്ത് നിന്ന് വിശ്രമിക്ക്. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്താ കുറുപ്പേട്ട, എന്താ പറ്റിയത്? ഇനിയെങ്കിലും നിങ്ങൾ നടന്നത് എന്താന്ന് പറ. ഇനി എന്തോന്ന് പറയാൻ? എവള് കത്തയും കൊണ്ട് നേരെ പോയത് അങ്ങോട്ടാ, ശംഖചക്രത്തിലേക്ക്. അയ്യോ, എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ടെന്താ, അവിടെ ചെന്ന് അർജുനെ കൊല്ലൂന്നും പറഞ്ഞ് ഒരേ ബഹളമായിരുന്നു. ആ രാഘവനും ഗോവിന്ദനും എല്ലാവരും നോക്കി നിൽക്കെ എവൾ ഒരുമാതിരി സൈക്കിക്കായിട്ട് പെരുമാറി. ഇന്ന് തന്നെ അവനെ കൊന്നേ പറ്റൂ എന്നുള്ള വാശിയായിരുന്നു. ഒടുവില് വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോ അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് എന്റെ കൊച്ചിനെ തല്ലേണ്ടി വന്നു. എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പോയത്? നീ ഇവിടുന്ന് പുറത്തു പോകാൻ തുടങ്ങിയപ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പോണ്ടെന്ന്. ചെല്ലടി. അപ്പൊ അവൻ കാവ്യയെ പൂർണ്ണമായിട്ട് തേച്ചു അല്ലേ? ഇനി അച്ഛൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, കാവ്യയുടെ കണ്ണീര് വീണ ശംഖചക്രം തറവാട്ടിൽ ഇനി ആരും ചിരിക്കാൻ പാടില്ല. ആരും. ആ അർജുനെ കൊണ്ട് ഉടനെ ഇതിന് കണക്ക് പറയിപ്പിച്ചേ പറ്റൂ. പറയിപ്പിക്കും ഞാൻ. പാല് എടുത്ത് കാച്ചി കുടിക്കോ കളയോ എന്താന്ന് വെച്ചാ ചെയ്യ്. അതെന്നാ ഇന്നലെ അങ്ങനെ ഒരു വർത്താനം? ഇവിടെ പാല് തിളപ്പിച്ച നീ കാപ്പിയും ചായ ഇട്ട് കുടിക്കില്ലേ? അയ്യോ, കുടിക്കും കുടിക്കും കുറെ. പുറത്തു പോയപ്പോ ചിലത് കേട്ട് നാണം കെട്ടതുകൊണ്ട് പറഞ്ഞതാ. അല്ല, ഇതൊക്കെ കേട്ടോണ്ട് ഇവിടെ എങ്ങനെ ജീവിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അല്ല,
അവര് പറഞ്ഞതിലും കാര്യമില്ലാതില്ല. നമുക്കവരെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. മതി ഇന്ദിരെ, മൂക്കിത്തടാൻ 3 വലത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. നേരിട്ടെ അങ്ങ് കാര്യങ്ങൾ പറഞ്ഞാ മതി. നാട്ടുകാരെന്തു പറഞ്ഞു എന്നാ നീ പറയുന്നേ? അയ്യോ, എന്ത് പറഞ്ഞുന്നോ? എന്ത് പറഞ്ഞില്ലാന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഹ, നീ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറയുന്നിരേ. എനിക്ക് ഒരു 100 കൂട്ടം പണിയുണ്ട് ഇവിടെ. അതെ, കാര്യം ഈ വീട്ടിലെ പെമ്പിള്ളേരെ കുറിച്ച് തന്നെയാ. മൂത്തവൾ അവക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടെ കൊല്ലം 1.5 ദേ ഇപ്പൊ ദേ അടുത്തവള് അവക്ക് ബോധിച്ചവന്റെ കൂടെ ഇറങ്ങി അങ്ങ് പോയി. ഇനി 3ാമത്തവള് എന്ന് പോവുന്ന അവളുമാരുടെ കുത്തിയുള്ള ചോദ്യം. ഓഹോ, ഇതൊക്കെ ആരാ ഈ വേണ്ടാദിനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്? വേറെ ആര്? ആ നുണച്ചി രമണി എന്നെ. അവള് നിന്നോട് അങ്ങനെ ചോദിച്ചോ? അയ്യോ, എന്നോട് നേരിട്ട് ചോദിച്ചിരുന്നെങ്കിലേ ഞാൻ രമണിയുടെ അണപ്പല്ലടിച്ച് താഴെ തിട്ടേനെ. അവളെന്റെ കൊച്ചിനെ കുറിച്ച് കുത്തി പറഞ്ഞതേ പാല് വാങ്ങാൻ പോയപ്പോ ആ ചന്ദ്രികയാ എന്നോട് പറഞ്ഞത്. ഞാനില്ലാത്ത നേരത്ത് അവളുമാര് ഓരോന്നോരോന്ന് അടിച്ചിറക്കുമല്ലേ നോണ കൂട്ടങ്ങളും. നാട്ടുകാരങ്ങനെ പലതും പറയും. നീ അതൊക്കെ എന്തിനാ കാതു കൊടുക്കാൻ പോകുന്നത്? പിന്നെ കാതു കൊടുക്കാതെ പിന്നെ അവളുമാരിങ്ങനെ ഓരോന്ന് പറഞ്ഞേ നാളെ എന്റെ ആര്യ കൊച്ചിന് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ആലോചന വരാതെ പോയാലോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ആ കുഞ്ചലി പെണ്ണ് ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോയതേ ഇപ്പൊ ഫലത്തിൽ എന്റെ കൊച്ചിനാ ദോഷമായിട്ട് വന്നേക്കുന്നത്. ഓ, ഇങ്ങനെ പോയി ഈ വീട്ടിൽ കഴിയുന്നിടത്തോളം കാലം എന്റെ കൊച്ചിന് ഒരു ഗതി ഉണ്ടാവാൻ പോകുന്നില്ല. എങ്കിൽ പിന്നെ ഇറങ്ങി പോക്കൂടെ രണ്ടുപേർക്കും? ഇനി ഒട്ടും വൈകണ്ട. ഇപ്പോ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം. അല്ല, അത് പിന്നെ ശിവരാമേട്ട. അതെ, ശിവരാമൻ തന്നെ പറയുന്നത്. അഞ്ജലിയുടെ കാര്യത്തിൽ സംഭവിച്ചത് അരുതാത്ത കാര്യങ്ങൾ തന്നെയാ. അതിലിനി നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ ആര്യമോളുടെ കാര്യം അങ്ങനെയല്ല. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണണമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് ഈ വീടും പരിസരവും നിനക്കൊരു തടസ്സമാണെങ്കിൽ ആ തടസ്സം തട്ടിമാറ്റി നീ പോകുക തന്നെ വേണം. അതാ എന്റെ തീരുമാനം. അയ്യോ, അല്ല ശിവരാമേട്ട, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നും അല്ല. ഉദ്ദേശിക്കാതെ പിന്നെ നീ പറയാനുള്ളതൊക്കെ മലയാളത്തിൽ തന്നെയല്ലേ പറഞ്ഞത്? അത് അത്യാവശ്യം എനിക്കും കേട്ടാ മനസ്സിലാവുന്ന ഭാഷയാ. അയ്യോ ശിവരാമേട്ട, നാട്ടുകാർ ഓരോന്ന് കുത്തി പറഞ്ഞപ്പോ ഞാൻ അന്നേരത്തെ ഒരു ദണ്ണത്തില്. നാട്ടുകാരങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും. അത് നമുക്ക് ആർക്കും തടയാൻ പറ്റില്ല. അഞ്ജലിയുടെ കാര്യത്തില് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളെല്ലാവരും ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവളുടെ പേരിന് ഈ വീട്ടില് ആരും ചിന്തിക്കുകയോ പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല. അത്ര തന്നെ. ഇനി അതല്ല, ആക്ഷേപവും അപമാനവും ഒക്കെ സഹിച്ച് തുടരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വഴി തേടി പോകാം. നിനക്കും മകൾക്കും മാത്രമല്ല, എന്റെ ഭാര്യയ്ക്കും അത് ബാധകമാണ്. പറഞ്ഞില്ല എന്ന് വേണ്ട. അല്ല, അത് പിന്നെ ശിവരാമേട്ടാ. ഓ, അല്ല ശ്യാമളെ, അത് പിന്നെ പറഞ്ഞിട്ട് ഇപ്പൊ വേലിൽ ഇരുന്നതിനെടുത്ത് തലയിൽ വെച്ചെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഹലോ. എന്താ പറഞ്ഞ? വിളയിൽ പന്നി കറിയുന്നോ? എന്താ ചന്ദ്രേട്ട നിങ്ങൾ ഈ പറയുന്നത്? അപ്പോ നമ്മൾ 2.5 ലക്ഷം രൂപ മുടക്കി ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ വെച്ചത് വെറുതെ ആയോ?
ശ്ശൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഗോവിന്ദേട്ടാ, അതെ, നിങ്ങൾ ഈ നടത്തയും കസർത്തും ഒക്കെ കഴിഞ്ഞു വരുമ്പോ എനിക്ക് 2 മുഴം മുല്ലപ്പൂം കൂടെ വാങ്ങിക്കൊണ്ട് വരണേ. ആ അമ്മ കോവിലിന്റെ മുമ്പിലുള്ള കടയിൽ കിട്ടും. നോക്കട്ടെ. ആ നോക്കട്ടെ എന്ന് പറഞ്ഞാ പോരാ, വാങ്ങിച്ചോണ്ട് വരണേ. നോക്കാന്നേ. ആ ആ ഇവനെന്താ ഇവിടെ? ആ, ചന്ദ്രൻ എന്തായാലും അവിടെ തന്നെ നിൽക്ക്. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ദമനെ, നീ എന്താടാ സോഫയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത്? നിന്റെ ആദ്യ രാത്രി ഇന്നലെ ഈ സോഫയിലായിരുന്നോ? ആദ്യ രാത്രി മണ്ണാൻ കേട്ട. ചിറ്റപ്പനൊന്ന് മാറിയേ. അവിടെ കൃഷിയിടത്തിൽ പന്നി ഇറങ്ങി ചീര കംപ്ലീറ്റ് പോയി. അപ്പോഴാ നടക്കാത്ത ആദ്യ രാത്രിയെ കുറിച്ച് കിന്നാരം പറിച്ചില്. നിക്കടാ മോനെ. പന്നി ഏതായാലും വന്നത് വന്നു, തിന്നത് തിന്നു. നീ ഏതായാലും ഞാൻ ചോദിച്ചതിന് സമാനം പറഞ്ഞു. എന്ത് സമാധാനം? ഇന്നലെ ആദ്യ രാത്രി ആഘോഷിക്കാൻ ഞാനും പിള്ളേരും കൂടെ നിന്റെ ബെഡ്റൂമിൽ കുറച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതല്ലേ? നീ എങ്ങനെ നേരം വെളുത്തപ്പോ ഇവിടെ ഈ ശോഭയിലെത്തി? അത് പറ. അത് പിന്നെ ചിറ്റപ്പ, നീ ഇന്ന് താളം ചവിട്ടാ കാര്യം പറ. സത്യം സത്യമായിട്ട് വേണം പറയാൻ. എന്താണ് ബ്രോഡാഡിയും ബ്രോയിലർ ബേബിയും തമ്മിൽ രാവിലെ ഒരു കിന്നാരം? ഇനി നീ വല്ല സാഹസവും കാണിക്കാൻ ശ്രമിച്ചിട്ട് അവള് നിന്നെ ചെവിക്ക് പിടിച്ച് പുറത്താക്കിയാടാ. എന്തുണ്ടെങ്കിലും നീ കൊച്ചച്ഛൻ്റെ അടുത്ത് കുഞ്ഞമ്മടുത്ത് പറയടാ. നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. അയ്യോ അതൊന്നും അല്ല ചിറ്റപ്പ. പിന്നെ ഇന്നലെ രാത്രിയിൽ കാവ്യ ഇവിടെ വന്ന് കുറെ അഴിഞ്ഞാടിയില്ലേ? അവളുടെ ഒടുക്കത്തെ കീചകവധ ആട്ടക്കഥ. അത് കണ്ട് അഞ്ജലി റൂമിൽ കയറി വാതിലടച്ചു. കക്ഷിക്കത് വല്ലാണ്ട് ഡിസ്റ്റർബായി കാണും. സത്യം പറഞ്ഞ പിന്നെ ആ റൂം തുറന്ന് അകത്ത് കയറാനും അവളെ ഫേസ് ചെയ്യാനും എനിക്കെന്തോ വല്ലാത്ത മടി തോന്നി. കാവ്യയുടെ പെർഫോമൻസിന്റെ ക്ഷീണം മാറും മുമ്പേ ബെഡ്റൂമിൽ അഞ്ജലി വക പെർഫോമൻസ് കൂടി കാണാൻ ത്രാണിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഈ സോഫയിൽ ചുരുണ്ടുകൂടി. അത്ര തന്നെ. കൊള്ളാം കൊള്ളാം. എന്നാൽ ഈ കാവ്യ എന്ന് പറഞ്ഞ പെണ്ണിനെ ഈ വീടിന്റെ പൊതു ശല്യായിട്ട് പ്രഖ്യാപിക്കേണ്ട ലക്ഷണം. ഹോ, എന്തൊരു പെണ്ണാ ഗോവിന്ദേട്ടാ അവള്. അവളെ ഇന്നലെ ആ കുറിപ്പിനൊപ്പം ഇവിടുന്ന് പറഞ്ഞു വിടാൻ പെട്ട പാട്. ഹോ എന്റെ അമ്മോ, ഹോറിബിൾ. ഹോ, എന്തൊരു പെണ്ണാ ഗോവിന്ദേട്ടാ അവള്. അവളെ ഇന്നലെ ആ കുറിപ്പിനൊപ്പം ഇവിടുന്ന് പറഞ്ഞു വിടാൻ പെട്ട പാട്. ഹോ എന്റെ അമ്മോ, ഹോറിബിൾ. നിങ്ങളൊക്കെ എന്തറിഞ്ഞു? ആ പൊതുശല്യത്തിനെ ഇവിടെ വിളിച്ചു വരുത്തിയത് ഞാനല്ലേ? എന്തായാലും കാവ്യയുടെ കീചകവധം കൊണ്ട് അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടായി. അർജുന്റെ അഞ്ജലിയുടെ ആദ്യ രാത്രി സ്വാഹ. ആ പെണ്ണ് വന്ന് സൈക്കോയായി. അവളുടെ തന്താ കുറിപ്പിന് മുഴുപ്രാന്ത്. കറക്റ്റ്. അവളുടെ ഉടപ്പിറന്നവും ചെറുക്കനാണെങ്കിൽ പക്കാ ക്രിമിനലും. നല്ല ബെസ്റ്റ് ഫാമിലി എന്ന് തന്നെ പറയാം. എന്നിട്ടും ആ മാരണത്തിന് ഇവന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുന്ന നിങ്ങളുടെ ഏട്ടൻ വക്കീലിനെ സമ്മതിക്കണം. ഏതായാലും ആ ബാധ ഒഴിഞ്ഞു പോയല്ലോ ചെറിയമ്മേ. അത് തന്നെ വലിയ കാര്യം. ശരിയാണ്. ഇനിയിപ്പോ ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. എല്ലാം ഒന്ന് നോർമലായി കാണാനും ചിന്തിക്കാനും അഞ്ജലിക്ക് കുറച്ച് സമയവും സാവകാശവും വേണമെന്നുള്ളത് തീർച്ചയാണ്. അത് കഴിഞ്ഞ് നമുക്ക് അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. തൽക്കാലം നീ ചെല്ല്. പിന്നെ ആ ബെഡ്ഷീറ്റും തലയിണയും എടുത്ത് അകത്തിട്ടിട്ട് വേണം പോകാൻ. നീ ഇവിടെയാണ് കിടന്നതെന്ന് ഇവിടെ ആരും അറിയണ്ട, പ്രത്യേകിച്ചും അനുപമ. അവൾ അറിഞ്ഞാ പിന്നെ ഇവിടെ എന്ത് കിടക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. അയ്യോ, കംപ്ലീറ്റ് കൊളവാക്കി കൈ തരും. പാഷാണത്തി കൃമിയാണ് സാധനം. അപ്പൊ ബ്രോഡാഡിയും ഭാര്യയും കൂടി രാവിലെ തന്നെ നമുക്കിട്ട് ചൊറിയാൻ നിൽക്കുക. ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ഇന്നലെ ഇവിടെ കണ്ടതിനേക്കാളും വലിയ കുളമൊന്നും ഇനി കാണാനില്ലല്ലോ ചിറ്റപ്പ. അതുകൊണ്ട് അടുത്ത കലാപരിപാടി എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാനേ കൃഷിയിടത്തിലോട്ടൊന്നും ചെല്ലട്ടെ. അവിടെ പന്നിറങ്ങി ആകെ പ്രശ്നമായിട്ട് കിടക്കാം. സംസാരിച്ചിരിക്കാൻ സമയമില്ല. ശരിയെന്നാ, ഓക്കെ ബൈ. ഇങ്ങ് വന്നേ, ആ തലേനെ ബെഡ്ഷീറ്റ് മാറ്റിട്ട് പോയ ചെറിയമ്മനെ ഒന്ന് എടുത്ത് മാറ്റേ. ചെറുക്കന്റെ ഒരു കാര്യം.
നീ വാ. മോനെ അർജുനെ, ഇന്ന് നിന്റെ കൃഷിയിടത്തില് പന്നിയായി ഇറങ്ങിയത്. നാളെ നിന്റെ ജീവിതത്തിൽ ആന ഇറങ്ങും. മതവിളകിയ കാവ്യ എന്ന ആന. അവളുടെ മതവിളക്കാനുള്ള പണി ഈ അനുപമയ്ക്ക് അറിയാം. പക്ഷേ ഈ ശംഖുചക്രത്തില് ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തിലും ഇതുപോലെയുള്ള പല പ്രതിസന്ധികളും ഉണ്ടാവും. അവിടെയൊക്കെ നീ ഭയക്കേണ്ടത് ഈ കാവ്യയെയോ അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയെയോ ഒന്നുമല്ല, സ്വന്തം സഹോദരി അനുപമയെ തന്നെയാണ്.